നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് 15 എഡിഷനിലെ തൊഴിൽ വീതിയിലെ കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2022 ഫെലോഷിപ്പുകളിൽ നൃത്ത വിഭാഗ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ഇവരിൽ ആരാണ്? ഉത്തരം ബോംബെ ജയശ്രീ രാമനാഥ് ആണ്. അപ്പോൾ ഈ ഫെലോഷിപ്പ് ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാവിജയൻ, മാർഗി മധു ചാക്യാർ എന്നിവരാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2022-23 വർഷങ്ങളിലെ ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളുമാണ് പ്രഖ്യാപിച്ചത്. 6 പേർക്ക് അക്കാദമി രത്ന പുരസ്കാരം ലഭിച്ചു. ഫെലോഷിപ്പുകൾക്ക് 3 ലക്ഷം രൂപയും അക്കാദമി പുരസ്കാരത്തിന് 1 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. 2022 അക്കാദമി പുരസ്കാരം ലഭിച്ചവരിൽ നൃത്ത വിഭാഗത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാവിജയൻ, മാർഗി മധു ചാക്യാർ എന്നിവരും ഉൾപ്പെടുന്നു. പാരമ്പര്യ കലാരംഗത്തു നിന്ന് അംഗീകാരം ലഭിച്ച 11 പേരുടെ പട്ടികയിൽ കെ വിശ്വനാഥ പുലവരും ഉണ്ട്. 2023 അവാർഡ് ജേതാക്കളിൽ ബോംബെ ജയശ്രീ രാമനാഥ്, നെയ്വേലി നാരായണൻ, HK വെങ്കിടറാം, മാർഗി വിജയകുമാർ, പല്ലവി കൃഷ്ണൻ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്ത് ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം? ഉത്തരം ഓസ്ട്രേലിയ. ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ ഓസ്ട്രേലിയൻ ഗവേഷകർ മനുഷ്യന്റെ IVF-ൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായ ഇൻട്രോസൈറ്റോപ്ലാസ്മിക് ബീജ കുത്തിവയ്പ് ഉപയോഗിച്ചാണ് ഈസ്റ്റേൺ ഗ്രേ കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ നിർമ്മിച്ചത്. ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ച പ്രക്രിയയിൽ മാറ്റം വരുത്തി 2 വയസ്സുള്ള റെട്രോ എന്നു പേരുള്ള ആദ്യ ആരോഗ്യമുള്ള റിസസ് കുരങ്ങിനെ ക്ലോൺ ചെയ്തത് ചൈനയിലെ ശാസ്ത്രജ്ഞരാണ്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചതും ചൈനയാണ്. ജീവജാലങ്ങളുടെ കൃത്യമായ ജനിതക പകർപ്പുകൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്ലോണിംഗ്. ഒറിജിനലിന്റെ അതേ ജനിതക ഘടനയിൽ പകർത്തിയ പദാർത്ഥത്തെ ക്ലോൺ എന്ന് വിളിക്കുന്നു. വിജയകരമായി ക്ലോൺ ചെയ്ത ആദ്യ സസ്തനി ഡോളി ആയിരുന്നു. ആദ്യത്തെ ക്ലോണുകൾ തവളകളായിരുന്നു. ഇന്ത്യയിലെ ദേശീയ ക്ഷീരഗവേഷണ സ്ഥാപനമുള്ള ഹരിയാനയിലെ കർണാലിൽ 2009 ക്ലോൺ ചെയ്ത ആദ്യ എരുമയെ സൃഷ്ടിച്ചു. അലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പിറവിയെടുത്ത ആദ്യ സസ്തനിയാണ് ഡോളി എന്ന ചെമ്മരിയാട്. ജൈവ പകർപ്പെടുക്കൽ അഥവാ ക്ലോണിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ് ഗവേഷകർ ഡോളിക്ക് ജന്മം നൽകിയത്. സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ ഡോക്ടർ ഇയാൻ വിൽമെറ്റും സഹപ്രവർത്തകരുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. 1996 ജൂലൈ 5 ഡോളിയുടെ പിറവി. അടുത്ത ചോദ്യം, വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം? ഉത്തരം കൊച്ചിയാണ്. പൊതു ഇടങ്ങളും കെട്ടിടങ്ങളും വയോജന സൗഹൃദമാക്കുക, മുതിർന്നവരുടെ സാമൂഹിക ജീവിതത്തിന് ഉതകുന്ന സൗകര്യങ്ങൾ ഒരുക്കുക, വയോജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക, കോളേജുകളുമായി സഹകരിച്ച് നൂതന സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുക, വയോജനങ്ങൾക്കു മാത്രമായുള്ള സീനിയർ ടാക്സി സർവീസ്, മാതൃകാ സായംപ്രഭ പകൽവീട് എന്നിവയടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ കൊച്ചി നഗരസഭ നടപ്പിലാക്കി. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കി മാറ്റാനുള്ള 2013 സംസ്ഥാന വയോജന നയവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭമാണ് വയോജന സൗഹൃദ പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് സായംപ്രഭ ഹോം പദ്ധതി. 60 വയസ്സു കഴിഞ്ഞവർക്ക് പഞ്ചായത്ത് തലത്തിൽ പകൽ ഒത്തുകൂടാൻ ഇത് സൗകര്യം ഒരുക്കുന്നു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് എൽഡർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. 1456 എന്നതാണ് ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുകയാണ് മന്ദഹാസം പദ്ധതിയുടെ ലക്ഷ്യം. വിഖ്യാത തബലവാദകൻ സാക്കിർ ഹുസൈൻ അന്തരിച്ച ദിവസം? 2024 ഡിസംബർ 15. 1951 മാർച്ച് 9 പ്രശസ്ത തബലവാദകൻ ഉസ്താദ് അലാരാഖ ഖുറേഷിയുടെയും ഭാവി ബീഗത്തിന്റെയും മകനായി മുംബൈയിലായിരുന്നു സാക്കിർ ഹുസൈന്റെ ജനനം. സാക്കിർ ഹുസൈൻ അലാരാഖ ഖുറേഷി എന്നാണ് മുഴുവൻ പേര്. 2024 66ാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച സമകാലിക ഇൻസ്ട്രുമെന്റൽ ആൽബം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. ഒരേ സമയം 3 ഗ്രാമി പുരസ്കാരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സംഗീതജ്ഞനാണ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ശങ്കർ മഹാദേവന്റെയും സാക്കിർ ഹുസൈന്റെയും ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് ആണ്. മികച്ച ഗ്ലോബൽ പെർഫോമൻസിനുള്ള പുരസ്കാരം സാക്കിർ ഹുസൈന് ലഭിച്ചത് ആസ് വി സ്പീക്ക് എന്ന ആൽബത്തിലെ പാഴ്സ്തോ എന്ന ഗാനത്തിലൂടെ രാകേഷ് ചൗരസ്യ, ബ്ലെക്ക ഫ്ലക്ക്
എഡ്ഗർ മേയർ എന്നിവരോടൊപ്പമാണ്. മികച്ച സമകാലിക ഇൻസ്ട്രുമെന്റൽ ആൽബത്തിനുള്ള പുരസ്കാരവും ആസ് വി സ്പീക്ക് എന്ന ആൽബത്തിന് ലഭിച്ചു. 1992 മിക്കി ഹാർട്ടുമായി ചേർന്ന് തയ്യാറാക്കിയ പ്ലാനറ്റ് ഡ്രം എന്ന സംഗീത ആൽബത്തിനാണ് ആദ്യമായി സാക്കിർ ഹുസൈന് ഗ്രാമി അവാർഡ് ലഭിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ പണ്ഡിറ്റ് രവിശങ്കർ, ഉസ്താദ് വിലായത്ത് ഖാൻ, ഉസ്താദ് അലി അക്ബർ ഖാൻ, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ പ്രമുഖ സംഗീതജ്ഞരോടൊപ്പം തബലയിൽ മികവ് തെളിയിച്ച കലാകാരനാണ് സാക്കിർ ഹുസൈൻ. തബലയിൽ മെലഡി നൽകുന്ന പ്രതിഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സാക്കിർ ഹുസൈനാണ്. 1990 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച സാക്കിർ ഹുസൈനെ 1988 പത്മശ്രീയും 2002 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിച്ചത് ഏത് ദിവസമാണ്? 2025 ഫെബ്രുവരി 7 ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രധാന ധനകാര്യ വിവരങ്ങൾ ഒരു സാധാരണ പൗരന് ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ ബജറ്റിലുള്ള പൗരന്റെ വഴികാട്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള രേഖയാണ് സിറ്റിസൺസ് ബജറ്റ്. പൊതുപണം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും ഏതൊക്കെ വരുമാന സ്രോതസ്സുകളിലൂടെയാണ് സർക്കാരിന് ലഭ്യമാകുന്നതെന്നും പ്രസ്തുത വരുമാനം എന്തിനു വേണ്ടിയാണ് സർക്കാർ വിനിയോഗിക്കുന്നതെന്നും ഇതിൽ പ്രതിപാദിക്കുന്നു. ഇതോടൊപ്പം സാമ്പത്തിക വളർച്ച, പ്രധാന ധനകാര്യ സംജ്ഞകൾ, ധനസൂചികകൾ എന്നിവയെക്കുറിച്ചു ധാരണ ഉണ്ടാക്കാൻ ഈ കൈപ്പുസ്തകം ഒരു പൗരനെ സഹായിക്കുന്നു. 2024 കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്. ആദ്യമായാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം പ്രഖ്യാപിക്കുന്നത്. കേരള ബജറ്റ് 2025-26 ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2025 ഫെബ്രുവരി 7 അവതരിപ്പിച്ചത്. ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് 2021. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.